ഇന്ന് പകൽക്കാലം രക്ഷയാനുഭാവനെ പാടി ആരാധിപ്പാൻ ഈ വിശുദ്ധ പകൽക്കാലം പ്രഭാതങ്ങളിൽ കർത്താവിന് തരുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം ദൈവസന്നിധാനത്തിൽ അധരങ്ങളെ തുറന്ന് അധരഫലമെന്ന സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്ത് വരുന്നു. അവിടുത്തെ പാദാന്തികയാണ് യുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് തരുന്ന ഈ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി, കരുണയ്ക്കായി, നടത്തിപ്പിനായി എല്ലാം ഞങ്ങൾ അങ്ങ് സ്തുതിയിൽ കർത്താവേ. ഈ വർഷത്തിന്റെ 9 മാസങ്ങൾ ഞങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ ദൈവപാദത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമായി, സഹോദരങ്ങളുമായി, മാതാപിതാക്കളുമായി എല്ലാം ചേർന്ന് ദൈവസന്നിധാനത്തിൽ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാൻ, ഹാലിഫത്തിലും ആത്മാവിനും ദൈവത്തെ ആരാധിപ്പാൻ തരുന്ന സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകളെല്ലാം അങ്ങ് ആസ്വദിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ആരാധനയിൽ ഉടനീളം അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവിന്റെ തിരുമേശ ശുശ്രൂഷയെ മാനിക്കണം. കർത്താവെ, ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ സഹായിക്കണം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച, വഴി നടത്തിയ അവിടുത്തെ എല്ലാ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിൽ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ഏവരെയും ഇവിടെയാകും. മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമം തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ദൈവത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ധാരാളം അനുഗ്രഹിക്കേണ്ട പ്രാരംഭത്തിൽ ഒന്നിട്ട് പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരമാണ്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ഒരു വിശുദ്ധ പകൽക്കൂടെ നമുക്ക് ദൈവം കാലമായി തന്നല്ലോ. നമുക്ക് ദൈവം ഭൂമിയിൽ നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിനായിരിക്കാൻ ദൈവം നമ്മെ സ്തോത്രം. നിത്യമായി സ്നേഹിച്ച നല്ല സ്നേഹം, ആ തിരുനിമത്താൽ നമ്മെ വീണ്ടെടുത്തു. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നാഥൻ നമ്മെ വീണ്ടെടുത്ത എല്ലാ കരുണയ്ക്കും കൃപയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് ദൈവത്തെ പാടി ബോധപ്പെടുത്തുന്നു. യോഗിനി യേശുവേ, സ്തുതികളും സർവസ്തുതികളും യോഗിനായി നല്ലനാമത്തിൽ നമുക്ക് പാടി യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ.
ഒരുവൻ മാത്രം സ്തുതിക്കും ആരാധനയ്ക്കും പുകഴ്ചയും. O Lamb of God, you alone are worthy. നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കാലം ചേർന്ന് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി തരുന്നത്, വിടുതൽ നൽകി തരുന്നത്. ഇന്ന് പകൽക്കാലം ഏത് പ്രതികൂലങ്ങൾ ജീവിതം പടങ്ങളെ ആഞ്ഞടിച്ചാലും അതിന്റെ മധ്യേ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായി തീർന്ന കുഞ്ഞാട്. ഹല്ലേലൂയ. കുഞ്ഞാടാൻ ദൈവം. ഹല്ലേലൂയ. പുത്രനായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ വിടുവിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാലിന്റെ പാഴ്മടലിൽ നാം തനിയാകുന്ന ഇടത്ത് ഹല്ലേലൂയ വരുമ്പോ പ്രയാണത്തിൽ നാളുവരെ നമ്മെ നടത്തി പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ഹൃദയംഗമായി ആരാധിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതുപോലെ ആരാധന ഉയരേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. പുറമേ ഉള്ള എല്ലാ സൗകര്യങ്ങളെക്കാൾ അപ്പുറമായി ആരാധന അകത്തു നിന്ന് പുറത്തേക്ക്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന്റെ അകത്തുളത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഉരുത്തിരി വരടയായി തീരട്ടെ. ചേർന്ന് പാടി ശബ്ദത്തിലും ആത്മാവിലും നമുക്ക് ദൈവത്തെ വീണ്ടും ഒരു പാട്ടോട് പാടി ആരാധിക്കാം. അനുഗ്രഹത്തിന് അധിപതിയെ അനന്ത കൃപ പെരുന്നത്. One miracle, one miracle,
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇന്നലെ സമയത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കാലത്ത് സ്തോത്രിച്ചാലും ബന്ധപ്പെടുത്തുവാൻ പ്രഭയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നവരാവേ നിങ്ങൾ കടന്നു വരുന്ന പ്രാർത്ഥിക്കുന്നവരാവേ ഇന്നത്തെ ആരാധനയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നവർക്കാവേ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സ്ഥാനത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നവർക്കാവേ ഇതിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നത് കർത്താവിയുടെ കുറവ് ഓർക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ സുരക്ഷകളെയും ക്ഷമിക്കുവാനാകണമേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പിളർന്ന എല്ലാ ശുശ്രൂഷകളെയും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സങ്കീർത്തനമായ സാക്ഷ്യം ഒക്കെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ 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 അത് ശുദ്ധീകരണത്തോടെ എടുക്കുവാൻ തക്കവണ്ണം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവെ സഹോദരന്മാരെയും കുട്ടികളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ കർത്താവ് മനസ്സിലാസ്ഥാൽ ഒക്കെ കടന്നു വന്നവർക്കെല്ലാം ഒരു ആശ്വാസമായി കർത്താവ് എല്ലാം അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർമ്മദാസനെ സ്ഥലത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ ഒരു ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു അനുഗ്രഹമായി ഞങ്ങൾക്ക് തീരുവാൻ തക്കോണം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്റെ സ്ഥലത്തിലേക്ക് ഞങ്ങൾ പിന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചനായ സ്തോത്രം പ്രാർത്ഥനയായിട്ടായ സ്തോത്രം എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രബോധനത്തിനുമായി സമയത്തെ വേർതിരിക്കുന്നു. 139 സങ്കീർത്തനം വാക്യപ്രതികാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 139. സങ്കീർത്തനം Psalm 139. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ദുരാത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ ഇരുട്ടിനെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി ചിരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ എന്നെ മെടഞ്ഞു. ഞാൻ അസ്ഥിത്തിലുണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥിയോട് നിനക്ക് കുറവായിരുന്നില്ല. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ദൈവമേ, നീ ദുഷ്ടന്റെ ഗ്രഹിക്കൊള്ളായിരുന്നു. രക്തപാതന്മാരെ എന്നെ വിട്ടു പോകുകയും യഹോവേ, നിന്നെ പഴിക്കുന്നതിനെ പഴിക്കേണ്ടതല്ലയോ? നിന്നോട് തുൽക്കുന്നതിനെ വെറുക്കേണ്ടതല്ലയോ? അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചിട്ട് നിന്നെ വിളി അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. Hallelujah. Praise the Lord. Hallelujah. See if there is any grievous thought in me. Hallelujah. And lead me to the way eternal. Hallelujah. ഇതിന്റെ രാവിലെ കാല ദിവസത്തിലും നമ്മൾ ആയിരിക്കുമ്പോൾ വ്യസനത്തിലുള്ള മാർഗം ഉണ്ട് എന്ന് നോക്കി ശാശ്വത മാർഗം നമ്മൾ നടത്തുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളോട് കടന്നു വരും. ഒരു പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. It's a time of praise and worship. We worshiping God along with our generation to generation. Hallelujah. കുഞ്ഞുങ്ങളോട് ചേർന്ന് നാം പാടുമ്പോൾ നാം ആരും സ്തോത്രം അവർ പാടുന്ന നോക്കി നിൽക്കാതെ അതോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ
Hallelujah. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയാണല്ലോ. സ്തോത്രം. Hallelujah. Let us have an attitude of worship. Here we are here to worship God. Hallelujah. നാം ദൈവത്തെ ആരാധിക്കാനാവുന്നത് ആരുടെ കാഴ്ചക്കാരൻ നിൽക്കാതെ സ്തോത്രം നിങ്ങൾക്ക് കഴിയുന്ന ഒരു തരത്തിൽ. Hallelujah. പ്രിയ തലമുറയോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലം ഇവിടെ. Let us worship together along with the English worship. Praise the Lord. Let's continue with worshiping our Lord. In Psalms chapter 42, verses 1 and 2, it says, "As the deer longs for streams of water, so I long for you, O God. I thirst for God, the living God. When can I go and stand before Him?" Over here we see the psalm, the person who wrote the psalm. He talks about his yearning to spend more time with God. He wants to spend more time in His presence. Often in this world that we're living in, this fast-paced world, this busy world with our work, with school, how often do we think about spending time in God's presence? Now, spending time in God's presence can either be, in prayer or reading His Word. And we also know that how much time we spend in God's presence just to know Him as our Savior. How much time we spend in His presence just to know that how He delivered us from our sins and assured us the gift of eternity. Also, spending time in His presence so that we can have a deeper relationship with Him. And over here, we do see the psalm, when we read the rest of the words, about how he says that, I need to spend more time in God's presence to know Him better. Now, it's not only during this difficult time, but it's in all times, spending time with God to get Him know Him better. So I request all believers to sing this old hymn with us, As the Deer. As the deer panted for the water, so my soul longeth after Thee. You alone are my heart's desire, and I long to
You alone are that I desire. Hallelujah. You are the only one I desire. Hallelujah. Gracious Lord, Heavenly Father, we thank you that you are there for us. Hallelujah. As a deer planted for the waters, we desire your presence, of God. Hallelujah. Thank you, Lord, for being with us thus far. As we're sitting in the presence for some more time, we seek your face, of God. Bless us, of God, with your word. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Please be seated in the presence of God. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സെപ്റ്റംബർ മാസത്തിന്റെ ഈ വർഷത്തിന്റെ സെപ്റ്റംബർ മാസത്തിന്റെ അവസാന ഞായറാഴ്ച നാം ദിവസത്തിലായിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ദൈവസന്നിധിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ ആയിരിക്കാൻ ദൈവസഭയായി കർത്താവിനെ സഹായിക്കുന്നു. കൂട്ടായ്മകളെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്കിടയായത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 139 സങ്കീർത്തനം സ്തോത്രം നാം പലവരും വായിച്ച് ധ്യാനിച്ച സങ്കീർത്തനമാണ്. അതിന്റെ സ്തോത്ര അവസാന വാക്യങ്ങൾ മാത്രം കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്ര അവസാന 2 വാക്യങ്ങൾ പ്രകാരമാണ് കാണുന്നത്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. സ്തോത്രം. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. The whole psalm is all about a God who knows us so personally. Hallelujah. So dearly, so clearly. Hallelujah. Stop. So deeply. So in a vast way, in a wider way that any other person can even understand us. നമ്മെ മറ്റാരേക്കാളും അധികമായി ആഴത്തിൽ വ്യക്തിപരമായി വ്യക്തതയോടെ അറിയുന്ന ഒരു ദൈവത്തെ സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. സ്തോത്രം. A God who knows everything about us, even the things that we even don't know. Praise God. Hallelujah. പലർക്കും അതൊരു ഭയാനകമായ കാര്യമാണ്. ദൈവത്തിന്റെ ആ പരമാധികാരത്തെ അത്ര സകാരാത്മകമായിട്ടല്ല ആൾക്കാർ നോക്കുന്നത്. സകാരാത്മകമായിട്ടല്ല ആൾക്കാർ നോക്കുന്നത്. It is not being viewed positively by many people. Hallelujah. They think that, oh, God sees this. അവർ ഭയത്തോടെ ദൈവം എല്ലാം അറിയും, ദൈവം കാണുന്നു, അല്ലേ, ദൈവം അറിയുന്നു, സ്തോത്രം എന്നുള്ള ഒരു പരാതി പോലെ എല്ലാം കാണുന്ന ദൈവം. അതൊരു ഇറിറ്റേഷൻ പോലെ, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ പോലെ ഏതെങ്കിലും സംഭവിച്ചതാ. സ്തോത്രം. ഹല്ലേലൂയ. തിന്നരുത്, അപ്പൊ നമുക്ക് ഫ്രീഡം ഇല്ല എന്നൊരു ചിന്തയിലാണ് ആദ്യത്തെ പാപം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചാണ് നാം ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സകലതും ദൈവത്തിന് അറിയാം. എന്നെ കുറിച്ചുള്ളത് സകലതും ദൈവത്തിന് മുമ്പാകെ, പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലതും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. എവറിത്തിങ് ഈസ് ഓപ്പൺ ബിഫോർ ഗാഡ് ആൻഡ് നത്തിങ് ഈസ് ഹിഡൻ ഫ്രം ഹിം എന്നുള്ളത് സ്തോത്രം ഒരു പ്രയാസമായിട്ടല്ല നാം കാണേണ്ടത്, അത് ഒരു അനുഗ്രഹമായാണ് കാണേണ്ടത്. സ്തോത്രം. അതിനെ ഒരു നന്മയായ നാം കാണേണ്ടത്. അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല, നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒരു ചിന്തയാകരുത്. It should not disturb us, but it should motivate us. Hallelujah. Because we are many times we are a mess. We make mistakes. Hallelujah. Even though we would like to do everything in the right way, but because of the sinful nature of our flesh, we often tend to do mistakes in our life. It is not just small mistakes in workplace or in our studies or whatever way we do things, but serious mistakes spiritually in the eyes of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ ഹമാഷിയ എന്ന വാക്ക്, മിസ്സിംഗ് ദ മാർക്ക് എന്ന വാക്കുപോലെ പലപ്പോഴും വലിയ ആത്മീകമായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം നോക്കുമ്പോൾ എത്ര നന്മ ചെയ്താലും എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും ഹല്ലേലൂയ നമ്മുടെ നല്ല പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ എന്ന് സ്വന്തം ദൈവത്തിന്റെ മനസ്സിൽ കാണുന്ന പ്രകാരം we need a savior, we need a helper, we need a God who can anytime without even our invitation go into our life and make things straight and correct for us. Hallelujah. നമ്മുടെ പോലും അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ കാര്യങ്ങളെ നേരെയാക്കുവാൻ സ്വാതന്ത്ര്യമുള്ള സർവാധികാരി ഒരു ദൈവത്തിനെ നമുക്ക് ആവശ്യം. Praise the Lord. എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ സ്തോത്രം ഹല്ലേലൂയ നീ നിന്റെ വഴിക്ക് പോകുമോ, നീ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അങ്ങനെ ശരിയാക്കാമെന്നുള്ളതല്ല. അങ്ങനെ നമ്മളിൽ പലരും ഇന്നിവിടെ കാണത്തില്ല. ദൈവത്തിന്റെ കരുണയാൽ അല്ലെ നാം വഴുതി പോയപ്പോൾ അവന്റെ മഹാദയയാൽ നമ്മെ തേടി വന്ന ആ ദൈവത്തിന്റെ കൃപയോട് പറയാൻ ദൈവത്തെ സ്തുതിക്കാമോ? നമ്മുടെ മെടുക്കല്ല പലപ്പോഴും നാം ഏറ്റു പറഞ്ഞ
ദൈവസ്ഥലത്ത് കരഞ്ഞ് അപേക്ഷിച്ച ഏറ്റു പറഞ്ഞ പാപങ്ങളുണ്ട്, ദൈവത്തോട് കരുണയ്ക്കായി യാചിച്ചിട്ടെന്നാൽ നാം പോലും അറിയാതെ മറഞ്ഞു കിടക്കുന്നത് ഹല്ലേലൂയ അത് തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ ഇതൊരു കുറവാണെന്ന് പോലും മനസ്സിലാക്കാതിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം, നീ എന്നെ ടെസ്റ്റ് ചെയ്യരുതെന്നല്ല, നീ എന്നെ പരിശോധിക്കരുതെന്നല്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളതല്ല, ഹല്ലേലൂയ എന്നെ സ്പർശിക്കരുതെന്നല്ല, ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്ന ഏതൊരു ദൈവവൈദ്യന്റെ മനോഭാവം ഇന്ന് പകൽക്കാലം ഇതായിരിക്കണം, നീ എന്നെ ഒന്ന് പരിശോധിക്കണം. നാം അപ്പോയിന്റ്മെന്റ് എടുത്ത് കാശ് മുടക്കി ഡോക്ടറെ അടുത്ത് പോയിരിക്കുമ്പോൾ എന്റെ രോഗം ഒന്നും ഡോക്ടർ കണ്ടുപിടിക്കരുത് ദൈവമേ എന്ന് പറയാതിരിക്കുന്നല്ലോ. സോ അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറയാം, നമുക്ക് ഡോക്ടറുണ്ട് സ്തോത്രം വേണമെന്നിരിക്കില്ല. അല്ല, നമ്മൾ പണം മുടക്കി അപ്പോയിന്റ്മെന്റ് എടുത്ത് അല്ലേ സ്തോത്രം. ചിലർക്ക് അങ്ങനെ ചില ഡോക്ടർമാരെ കണ്ടാൽ തൃപ്തി വരില്ല, ഈ പ്രായം പരിശോധിച്ചിട്ട് ശരിയായില്ല സ്തോത്രം. അപ്പച്ചന്മാരൊക്കെ പറയും സ്തോത്രം, അവനെ പഴയ ഡോക്ടറാണ്, എനിക്ക് അപ്പച്ചനുണ്ടായിരുന്നു, അവനെ ആ ഡോക്ടറാണ് കുറച്ചുകൂടെ നല്ലത്, പുള്ളിച്ചിട്ട് വിറ്റാമിൻ കൂടി കൂടുതൽ സ്തോത്രം. അപ്പൊ പ്രായമുള്ളവർക്ക് അങ്ങനെ ചിന്തയുണ്ട് സ്തോത്രം. പിന്നെ ചില അല്പസ്വല്പമൊക്കെ മെഡിക്കൽ പരമായി ജ്ഞാനങ്ങളുണ്ടെങ്കിൽ പറയാൻ വേണ്ട സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ആ മനോഭാവം പലപ്പോഴുമില്ല അല്ലേ. ഡോക്ടറെ അടുത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യയോട് പറയാത്തതും ഭർത്താവോട് പറയാത്തതും മക്കളോട് പറയാത്തതും മറ്റാരും അറിയില്ലെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളും പറയുന്ന ഒരാളുണ്ട്. ആരാ? ഡോക്ടറാ. കാരണം രാത്രി ഉറങ്ങിയില്ല സ്തോത്രം. അപ്പൊ പിന്നെ പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ടാണ് പറയുന്നത് ഡോക്ടറെ അടുത്ത് പറയാൻ കാരണം എന്താ സ്തോത്രം? ഡോക്ടറെ അടുത്ത് പറയുന്നത് ഡോക്ടറെ ഡിഗ്രി കൂട്ടാനല്ല, ഡോക്ടർക്ക് എന്റെ രോഗം അറിഞ്ഞിട്ട് നാളെ ഒരു ഡിഗ്രിയുടെ കിട്ടാൻ വേണ്ടിയോ റിസർച്ച് നടത്താൻ വേണ്ടിയോ അല്ല സ്തോത്രം. എന്തിനാണ്? ഡോക്ടറുടെ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയല്ല ഞാൻ ഡോക്ടറെ കാണുന്നതാണോ? ഡോക്ടറുടെ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടി ആരും ഡോക്ടറെ കാണുന്നുണ്ടോ ഇവിടെ? ഇല്ല, ആ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പോയി ഇതൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ആവും. നോ, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. നാം ഡോക്ടറെ അടുത്ത് പോയി ഇത് തുറന്നു പറയുന്നതിന്റെ പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ, അതിന് പരിഹാരം വരുത്തുവാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്നൊരു വിശ്വാസം നമുക്കുള്ളതുകൊണ്ട് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം പോയി എന്നെ പരിശോധിക്കണം കർത്താവേ, നീ എന്നെ മുഴുവനായി നോക്കണമേ. മറഞ്ഞിരിക്കുന്നത് വ്യസനത്തിലുള്ളത് ഹല്ലേലൂയ മറ്റുള്ളിടത്ത് വെളിപ്പെടാത്തത്, സ്വതമേയുള്ള എന്റെ ബുദ്ധിയിൽ വെളിപ്പെടാത്തത്, പലപ്പോഴും പ്രസംഗം കേട്ട് വെളിപ്പെടാത്തത് നിന്റെ സന്നിധിയിൽ തുറന്നു വരണമേ എന്ന് പറയുന്നതിന്റെ കാര്യം, ഇതിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഏത് കൗൺസിലറേക്കാൾ, ഏത് ഡോക്ടറിനേക്കാൾ, ഏത് ബിഷപ്പിനേക്കാൾ, ഏത് വൈദ്യനേക്കാൾ ഹല്ലേലൂയ നന്നായി നിന്റെ ദേഹി ആത്മാവിനെ ഒരുപോലെ ദർശിപ്പാൻ കഴിവുള്ള അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ഒരുവന്റെ സന്നിധിയിൽ നീ ആയിരിക്കുമ്പോൾ ഇത് കലർന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാ. ദൈവമേശയ്ക്ക് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം. Search me, O God. Hallelujah. Search me not outwardly but my innermost being. Hallelujah. ഏറ്റവും അകത്തളത്തിൽ മറവായിരിക്കുന്നത്, എനിക്ക് പോലും വെളിപ്പെടാത്തത്, എന്റെ ബുദ്ധി മണ്ഡലത്തിന്റെ ആഴത്തിൽ അകത്തിരിക്കുന്ന അന്ധകാര മേഖലയിലായിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ പരിഹരിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ we are in the presence of a God who not only finds problem, hallelujah, he not only sees things very closely, he is the one who can solve that, hallelujah, he is the one that brings solution to your uttermost problem, the problem that you're struggling with. endu thane aayikotte, name it whatever you want, hallelujah, on the face of this earth my God can handle, hallelujah. പക്ഷെ ഒരു കാര്യം, നീ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കണം, ഹൃദയത്തെ ദിവസം തുറക്കണം, താഴ്മയുള്ള ഒരു മനോഭാവത്തോടെ ഒരു സമർപ്പണത്തോടെ ദിവസത്തിൽ കടന്നു കൊള്ളണം. നമ്മുടെ മിടുക്ക് ചെലവാകാത്തൊരു മേഖല എന്റെ ദൈവത്തിന്റെ സന്നിധിയാണ്. അവിടെ ഒരു പോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ ഹല്ലേലൂയ ഒന്നുമില്ലായെങ്കിൽ എന്നെ എത്രത്തോളം താഴ്ത്താമോ അത്രത്തോളം താഴ്ത്തി. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവദാസന്റെ മുമ്പിലല്ല താഴുന്നത്, നിങ്ങളുടെ സഭയുടെ മുമ്പിലല്ല താഴുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ഹല്ലേലൂയ ബലവാനായ ദൈവത്തിന്റെ കരത്തിൽ നിങ്ങൾ ഉയർത്തപ്പെടുകയാണ്. എത്രവരെങ്കിലും മനസ്സിലാകുന്നുണ്ട്? ദൈവനാമത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ, for the sake of kingdom of God, for the sake of my spiritual blessing, for the sake of the expansion of the kingdom of God, if I humble myself, that is not humiliating, that is exalting my God's name, hallelujah. And the ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന അനുഭവം ദൈവസന്നിധിയിൽ താഴുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളിയായ ബുർജ് ഖലീഫയുടെ ഏറ്റവും ഉയരം
നീ പറയരുത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അതിന്റെ ഏരിയലിന്റെ പുറത്തിരിക്കണമെന്ന് വാശി പിടിക്കരുത്. അതിന്റെ പുറത്ത് കയറി തറയിലിരുന്നാലും, അതിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ തറയിലിരുന്നാലും നീ ഉയരത്തില്ല. ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ താണിരിപ്പിന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്പർശിക്കുവാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ അതിയായിരിക്കുന്നത് നീ ദൈവസ്വരത്തിലായിരിക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട മനോഭാവം അഹങ്കാരത്തിന്റെ മനോഭാവമല്ല, ഞാനെന്ന ഭാവമല്ല. അവിടെ നീ താണായിരിക്കേണ്ടത്, നീ താഴെയിരിക്കേണ്ടത്. ഇവിടെ കർത്താവിന്റെ താഴ്ത്തൊരു വിഷയമായി ചിലരുടെ ഇടയ്ക്ക് വരുമ്പോൾ അവരെ മുട്ടുകുത്തിൽ നിന്നാൽ പ്രാപിക്കുന്നത് ഇരിക്കുന്ന കസറിൽ എഴുന്നേറ്റ് പ്രാപിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്ക് ബോധ്യമുണ്ട്, ഞാൻ ആകുന്നത് കൃപയാല, ഞാൻ ആകുന്നത് അത്യുന്നതിന്റെ മുമ്പില. ഇവിടെയാണ് ഞാൻ താഴ്മ കാണിക്കേണ്ടത്, ഇവിടെയാണ് ഞാൻ താഴേണ്ടത്. ഇത് വർഗ്ഗീയ മനസ്സിലാക്കുന്നുണ്ട്. നിന്നെ പരിശോധിക്കണമെങ്കിൽ, നിന്നെ ഒരു ഡോക്ടറിനെ പരിശോധിക്കണമെങ്കിൽ അവന്റെ മുമ്പിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇരിക്കണം. എനിക്ക് രോഗമുണ്ട്, ഡോക്ടർ വീട്ടോട് വരാൻ പറഞ്ഞാൽ വരത്തില്ല. സ്തോത്രം. എന്താണ് ആ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് we have to take the pain to go towards him. Hallelujah. Wherever he is. Hallelujah. അദ്ദേഹം അവിടെയാണ് ഞാൻ പോകുന്നത് പറഞ്ഞത്. എത്ര ദൂരമാണെങ്കിലും നമ്മുടെ രോഗത്തിന് ആവശ്യമായ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എത്ര ദൂരമാണെങ്കിലും പോകും. എന്തുകൊണ്ട്? നമുക്കൊരു വിശ്വാസമുണ്ട്. He is trained. He is educated enough to solve this. Hallelujah. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദിനെ പോലെ നമുക്ക് കലർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? തിരുമേശമായിരിക്കുന്നല്ലോ. Search me, O God. Search me, O God. Hallelujah. ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞാൽ ദിവസം ഇരിക്കരുത്. ദൈവമേ, എന്നെ പരിശോധിക്കണം, എന്നെ പരിശോധിക്കണം. ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തിരുമേശയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമല്ല, ദിനംപ്രതി ക്രിസ്തുവിന്റെ രൂപത്തോട് നാം ഇടങ്ങി ചേരും വരെ നാഥൻ ആഗ്രഹിക്കുന്ന രൂപം, കുശവൻ ആഗ്രഹിക്കുന്ന മൺപാത്രം പോലെ മാനമുള്ള മാത്രമായി നാം രൂപപ്പെടുവാൻ, പുത്രന്റെ രൂപം നമ്മിൽ തെളിയുന്നവരെ, ദൈവത്തിന്റെ പ്രസാദമാകും വരെ യാഗമായി സമർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് മുതൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കരകയറ്റട്ടെ. എല്ലാവരും ദൈവത്തിന്റെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ രോഗത്തിലെ ഡോക്ടർമാർ ചികിത്സിച്ചാൽ വീണ്ടും രോഗം വന്നേക്കാം. അതേ ചികിത്സിച്ച ഭേദമായ രോഗം വീണ്ടും വന്നേക്കാം. ഇവിടെ പറയുക, ഈ രോഗസൗഖ്യം ഇവിടെ കൊണ്ട് തീരുന്നതല്ല. Lead me to eternal, lead me to the everlasting life. എന്റെ ദൈവം നിന്നെ സ്പർശിച്ചാൽ, എന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കിയാൽ, എന്റെ ദൈവം നിന്റെ ആത്മാവിന്റെ അകത്തളത്തിൽ തൊട്ടാൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ അകത്തളത്തിൽ വെളിപ്പെട്ടാൽ, നിന്റെ ആത്മാവിന്റെ അന്തർഭാഗത്തുള്ള ആത്മസാന്നിധ്യം വെളിപ്പെട്ടാൽ അവൻ നിന്നെ ഒരുക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയല്ല, ഇവിടെ തീരുമാനമുള്ളതല്ല എന്ന് സ്തുതിപ്പാൻ കഴിയും. നിത്യതയിൽ കർത്താവിനൊപ്പം പന്തിയിലിരിപ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരായ ദൈവമക്കളെ, ഇത് നിഴലായി നാം ഈ കർത്താവിന്റെ തിരുമേശയിലേക്ക് അടുത്ത് വരികയാണ്. ഒരിക്കലും നാം എന്റെ കർത്താവിനോടൊപ്പം കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ പന്തിയിലിരിക്കുന്ന അസുദിനമോർദ്ദേവത്തെ സ്തുതിച്ചാട്ടാ. ആ പ്രത്യാശയുടെ ഒരു ദൈവത്തെ ആരാധിച്ചാട്ട് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താട്ട്. എന്ന് പോലും ആരാധനയിൽ വലിയവൻ, സ്തുതികളിൽ വലിയവൻ, ഹല്ലേലൂയ, സ്തുതികളിൽ വസിക്കുന്നവൻ, ആ സാന്നിധ്യം അനുഭവിച്ചവൻ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതുപോലെ ഹല്ലേലൂയ, അധിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൽ തുറക്കപ്പെടുമാറാകട്ടെ. Christ was revealed in a human body and vindicated by the Spirit. He was seen by angels and announced to nations. He was pleased throughout the world and taken to heaven in glory. 1 Timothy verses 3-6. Jehovah and the exhale of the Lord. In him we have redemption through his blood and the forgiveness of sins in accordance with the riches of God's grace, that he lavished on us with all wisdom and understanding. Ephesians 1 verses 7-8. Praise God. Ephesians 6:1. Children, obey your parents in the Lord, for this is right. Amen.
Deuteronomy chapter 6, verse 1 and 2. Now this is the commandment, and these are all the statutes and judgments which the Lord your God has commanded to teach you, that you may observe them in the land which you are crossing over to possess, that you may fear the Lord your God and keep his statutes and his commandments, which I command you and your son and your grandson all the days of your life, and that your days may be prolonged. The fear of the Lord shall rest upon him. The fear of the Lord, wisdom and understanding. The spirit of the Lord, counsel and might. The fear of the Lord, knowledge, and the fear of the Lord. Isaiah 11 verse 2. Praise the Lord. This upcoming Tuesday will be my birthday. I thank God for his blessings in my life. Please pray for me. Praise God. Hallelujah. Psalm 139 verse 13. For you made my inmost being, leads me together in my mother's womb. Set your minds on things above, not on things on the earth, for you died and your life is hidden with Christ in God. When Christ, who is our life, appears, you will also appear with him in glory. Colossians 3 verse 2 to 4. Amen. Praise God. Hallelujah. 1 Thessalonians 5 verse 19 to 24. Do not quench the spirit, do not treat prophecies with contempt, but test every one of them, and hold on to every good thing. Reject every kind of evil. May God, who is the God of peace, sanctify you through and through. May your whole spirit, soul, and body be blameless on the coming of our Lord. And he who is calling you is faithful, and he will do it. Praise God, Jesus. Galatians chapter 6 verses 2 to 4. Bear one another's burdens and so fulfill the law of Christ. For if anyone believes himself to be something when he is nothing, he deceives himself. But let each one examine his own work, and then he shall have rejoicing in himself alone and not in another. Know this, my beloved brothers, let every one of you be quick to hear, slow to speak, and slow to anger. For the anger of man does not produce the righteousness of God. Therefore, put away all filthiness and every wickedness, and receive with meekness the implanted word which is able to save your souls. James 1 verses 19 to 21. Consider that I love your precepts and give you life according to your steadfast love. For the sum of your words is truth. For the sum of your words is truth, and your righteous laws will endure forever. Psalms 119 verses 159 to 160. Praise the Lord. Hallelujah. സ്തോത്രം. ഞാൻ മറന്നിടുവേ എന്റെ മണ്ണിലെ കഷ്ടങ്ങളായൊരു മറന്നിടുവേ ഞാൻ മറന്നിടുവേ മണ്ണിലെ കഷ്ടങ്ങളായൊരു
Let's turn our meditation to the scriptures. മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ചുള്ള ഒരു ഭാഗം, ഫോൾ ഓഫ് മാൻ എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ രണ്ടാഴ്ചയായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. Since past 2 weeks we have been meditating on the topic the fall of man. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തെ ആധാരമാക്കിയാണ് നാം ആ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് 3-ാം ഭാഗമാണ് നാം ചിന്തിക്കുന്നത്.
We have been meditating on the basis of Genesis chapter 3, and this is the third part of that for the fall of man. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണമായ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നന്മ തിന്മകളുടെ അറിവായ തോട്ടത്തിൽ നിന്ന വൃക്ഷമാണ്. നമുക്കറിയാം. We know that the fall of the man happened. One major part which was followed was because he ate the fruit which gave the wisdom for the good and bad. Tree of the knowledge of good and evil. നന്മ തിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷം. So he ate from the tree of the knowledge of good and evil. So നന്മ തിന്മകളെ കുറിച്ച് ഉള്ള അറിവ് നൽകുന്ന വൃക്ഷമാണ് ഇതിനകത്ത് സ്തോത്രം കീ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഉള്ളതുകൊണ്ടാണ് സ്തോത്രം മനുഷ്യന്റെ വീഴ്ചയുടെ കാരണമായെന്നൊക്കെ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. The tree of the knowledge of good and evil played a major role in the fall of man. അതേ തോട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു വൃക്ഷമാണ് ജീവവൃക്ഷം, അല്ലേ? There is another tree which was there in the Garden of Eden. It is called as the tree of life. ജീവവൃക്ഷത്തിന്റെ പ്രത്യേകതയുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ അവൻ എന്നേക്കും ജീവിക്കും, പിന്നെ മരണമില്ല. If the God commanded that if you eat the command, that is the quality of the tree. The quality of the tree is that if you eat the fruit from the tree of life, you will live forever. അതാണ് ആ മരത്തിന്റെ യോഗ്യത, ആ മരത്തിന്റെ സ്വഭാവം. അതാണ് ജീവവൃക്ഷം, the tree of life. The tree of life has that character. എന്നാൽ ദൈവം പറഞ്ഞു തോട്ടത്തിലുള്ള ആ വാക്യം നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. ജെനസിസ് 2:15-17, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17. ദൈവം എന്താ പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ വായിച്ചാൽ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായി. Then the Lord God took the man and put him in the Garden of Eden to tend and keep it. And the Lord God commanded the man, saying, Of every tree of the garden you may eat freely, but of the tree of knowledge of good and evil you shall not eat, for in the day that you eat of it you shall surely die. Praise the Lord. Hallelujah. ഇതാണ് ദൈവം പറഞ്ഞത്. എന്താണ്? നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിന്റെയും ഫലം തിന്നാം. അതിനകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? ജീവവൃക്ഷം ഉൾപ്പെടുന്നുണ്ട്, അല്ലേ? So this is what God commanded. You are free to eat from any tree in the garden, and that includes the tree of life. Yes. അല്ല, ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. And he commanded, but you must not eat from the tree of the knowledge of good and evil, for when you eat from it you will certainly die. നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം പറിച്ചു ഇത്രയും വലിയ പുകയില് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായോ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? നോർമലി നമുക്ക് അതിന്റെ ആഴം അറിയാൻ പറ്റും. നമ്മളാണ് പറയുന്നത്. Normally we might think that just eating one fruit from the tree, such a big problem has created. പണ്ടൊക്കെ ഈ വീട്ടിലൊക്കെ മാവും പിന്നെ നാരകവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, വളരെ റെയർ ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഫ്രൂട്ട്സിന്റെ ചെടി ഉണ്ടാകുമ്പോൾ അത് ആദ്യമായിട്ട് പൂക്കുമ്പോൾ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോയി പറിക്കാൻ. ചെറിയ ഉണ്ണിമാവ് കാണുമ്പോൾ അപ്പം പറയും, അമ്മ പറയും തൊടരുത്, ഇത് വലുതായി പഴുത്തിന് നല്ല രസമാണ്, പിള്ളേർക്ക് പഴുത്തിരുന്നായി അറിയാമോ. പിള്ളേർ പോയി എന്ത് ചെയ്യും? തിന്നരുത് പറയുമ്പോൾ തൊട്ട് പറിക്കാനുള്ളതാണ് ടെൻഡൻസി. When we are young, we remember that when there are fruits which are costly like mango and lime, when it is coming out of the tree, mothers will tell the kids that do not pluck it out, but children will not wait for it to be ripened, but they will go and pluck it out. പണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മാമ്പഴത്തിന് കവിത പോലും ഉണ്ട്. നമുക്ക് സ്കൂളിൽ പഠിച്ച ഞാനൊക്കെ അത് വായിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. There is a story on basis of this. നിങ്ങൾക്ക് അറിയത്തില്ല, ചിന്തിച്ചിരിക്കുന്നു. കാരണം വേറെല്ലായിരുന്നു, കേരള സിലബസിൽ ഉണ്ടായിരുന്നു. മാമ്പഴം വായിച്ചാൽ കേരളത്തിൽ അവിടത്തേക്ക് ചിന്തിച്ചും കരഞ്ഞേനെ. കാരണം അത്രയ്ക്ക് വൈകാരികമായിട്ടുള്ള ഒരു പദ്യമാണ് മാമ്പഴം. Mambaram is a poem on a mango fruit. സ്തോത്രം. മാമ്പഴം മലയാളികളായി കഴിയുമ്പോൾ നമുക്ക് മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. മാമ്പഴം എന്നുള്ളതാണ് യഥാർത്ഥ ലാംഗ്വേജ്. ripened mango. Ripened mango fruit.
അപ്പൊ ആ കൊച്ച് എന്റെ കഥ ഇതാണ്. നിങ്ങൾ ആ ബോർഡിൽ നിന്ന് മാറാം. ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിലർ ഓർമ്മ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടല്ലോ. അപ്പൊ എനിവേ ഭക്ഷണം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നു വിചാരിക്കുന്നു. മാമ്പഴത്തിന്റെ കഥ ഇതാണ്, കവിതയുടെ കഥ ഇതാണ്. കൊച്ചുകുഞ്ഞ് അതിന്റെ കുസൃതി പ്രായത്തിൽ മാവിന്റെ പൂത്തപ്പോൾ എന്ത് ചെയ്തു? പൂത്ത് ഇങ്ങനെ ചെറിയ മാങ്ങാട് വരുമല്ലോ, അത് പോയി പറിച്ചു. കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്തെന്നറിയാമോ? ഇതിനെ പിടിച്ച് തല്ലി. കാരണം അത് മാങ്ങ ആകുന്നു പറിച്ചത്. So the story behind the poem of the mango, ripe mango, is that the kid, when he saw that there was flowers coming out of the mango tree, he started to pluck it out instead of waiting for the fruit. So his mother beat him up. പക്ഷെ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് എന്തോ ഒരു അത്യാഹിതം, എന്താണ് ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഒരു അത്യാഹിതം സംഭവിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടു പോയി. So something happened and the child died. മാങ്ങ പറഞ്ഞോട്ടല്ല, മാവിന്റെ പൂ പറിച്ചോട്ടല്ല, എന്തോ സംഭവിച്ചു. അന്നത്തെ കാലത്ത് രോഗമായിരിക്കാം, എന്തായിരിക്കാം. പക്ഷെ ഈ മാങ്ങ പഴുത്ത് സ്തോത്രം അതായപ്പോൾ ഇത് കഴിക്കാൻ ആ കുഞ്ഞില്ല. So the child died because of some other reasons. But when the mango was ripened and when it was ready to be eaten, the child was not available. He was. അപ്പോൾ മാങ്ങ ഇങ്ങനെ പഴുത്ത് താഴോട്ട് വീഴും, ആരും പറിക്കാനില്ല. സ്തോത്രം അത് ഓർത്ത് ആ കുഞ്ഞിനെ അന്ന് ശകാരിച്ചത് ഓർത്ത് അമ്മ കരഞ്ഞു പാടുന്ന ഒരു പാട്ടാണ് മാമ്പഴം. So the mother is lamenting about the situation because the son is not there to eat the mango and the mango is ready. Yeah. And she's been this poem is based on that. ആ പദ്യഭാഷയിൽ കഴിവുള്ള കവി അത് എഴുതി വെച്ച് ആ വാക്കുകളൊക്കെ വളരെ ആഴമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അത്രയ്ക്ക് വൈകാരികമായി മൂവ് ചെയ്യുന്ന ഒരു കാര്യം. അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, അതുപോലെ സ്തോത്രം ഒരു ചെറിയ നിസ്സാരമായ തെറ്റുപോലെ നമുക്ക് തോന്നത്തുള്ളൂ. നന്മ ജന്മങ്ങളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട വല്ല ആവശ്യം. So we might be thinking that do we have to be suffered for such a small mistake? Hallelujah. എന്നാൽ ഈ വൃക്ഷത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നത്, മരത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? The tree, ഇത് രുചിക്ക് നല്ല രുചിയുള്ള പഴമാണ്. So what it is saying that the fruit is good to eat. Yeah, tastes good. It tastes good. Yeah. അടുത്തെന്താ? ഇത് കാണാൻ ഭംഗിയുള്ളത്. It looks good as well. And also മൂന്നാമത്തെ കാര്യം എന്താണ്? ആ വൃക്ഷം തിന്മാൻ നല്ലത്, കാണാൻ ഭംഗി, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, makes you wise. So the tree is good for it tastes good, it looks good, and also it makes you wise. ഇത്രയും നല്ല കാര്യങ്ങളുള്ള സാധനം തിന്നരുതെന്ന് ദൈവം പറഞ്ഞത്. Such three good things which has been mentioned here, God has commanded not to eat that fruit. Praise the Lord. Hallelujah. എന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ കണ്ണ് തുറന്നു. Their eyes open after eating this. അപ്പൊ ഈ കണ്ണ് തുറക്കാതെ ഇത് നല്ലതെന്ന് മനസ്സിലായി. ഇതിനു മുമ്പല്ലേ? കണ്ണ് തുറക്കുന്നതിന് മുമ്പ് അവർക്ക് മനസ്സിലായി ഇത് നല്ലതാണ്. So before the eyes were open, they understood that this is good. Yeah. Also they had an awareness. അവർക്ക് ഒരിക്കലും ഉണ്ടാകാതിരുന്ന ഒരു ഫീലിംഗ് അന്നേരം വന്നു. എന്താണ്? അവർ നഗ്നരാണെന്നുള്ളത്. They had awareness which they had not had before. That is what they knew, that they are naked. ഏത് കാര്യത്തിലും ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് കാര്യം ചോദിച്ചിരുന്നവർക്ക് ഇപ്പൊ ഏതാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ സ്വതം തെളിവായി വരും. So now when people were asking unto God for answers, now people are getting new revelation out of it. അവരെന്ത് ചെയ്തു? അത്തിയില തുന്നിക്കെട്ടി ആദ്യത്തെ പ്രശ്നത്തിന് പരിഹാരം ചെയ്തു. So what they did is that they sowed the fig leaves to make aprons, and they brought solution for the nakedness. അവര് എന്താ? പക്ഷേ വെയില് നല്ല ചൂട് വരുമ്പോൾ ഈ അത്തിയുടെ ഇല വാടി അത് പര്യാപ്തമല്ലാതെ വരും. So when there is the rays of sun falls upon the fig leaves, it becomes shorter, and that would not be enough to hide the nakedness. അപ്പൊ നിങ്ങൾ പറയും വെറുതെ ഒരു വൃക്ഷം പറിച്ചു തിന്നേ ഉള്ളൂ. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം നോക്കി. So you might say that just a fruit they ate, and look at the issues they are facing after that. ഇതെല്ലാം അവർ ഈ പഴം പറിച്ചു തിന്നപ്പോൾ അവരിൽ തന്നെ കണ്ട ഉളവായി വന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. So now what we have seen so far is what the changes which happened within them when they ate from the tree of knowledge. അത് മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് മാറ്റം ഉണ്ടായി. Not only that, the relation with the God also
എന്താ സംഭവിച്ചത്? അവർ ദൈവത്തിൽ നിന്ന് ഒളിക്കുവാൻ തുടങ്ങി. They started hiding from God. അവര് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞ് അന്യോന്യം കുറ്റം പറയാൻ തുടങ്ങി. They started avoiding the responsibility and blame each other. മറ്റൊരു കാര്യം സംഭവിച്ചു, അവർക്ക് ആത്മമരണം സംഭവിച്ചു. And the spiritual death happened for them. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഇതാണ് സംഭവിച്ചത്. നമ്മൾ പറയും ഒരു പഴം പറിച്ചു തന്നതേ ഉള്ളൂ, എന്നാൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. ഇനി എന്താണ് അതിന്റെ സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ ദൈവം എന്തുകൊണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. Now we are going to meditate upon why God told them not to eat that fruit. Praise the Lord. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമാണ് പറഞ്ഞത് അത് ഭക്ഷിക്കരുത്. So we must remember one thing, it is God who told that we should not eat that fruit. തിന്നാൻ പറഞ്ഞത് സാത്താനാണ്. To eat, the person who told them to eat is Satan. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. There is great difference between these. ദൈവം പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സാത്താൻ പറയുന്നുള്ളൂ. Satan always tells directly opposite of what God tells us. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെ ഒരുപോലെ സ്നേഹിപ്പാൻ കഴിയത്തില്ല, രണ്ട് വഴിക്കേ പോകും, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന എങ്ങാണ്ടൊക്കെ ഇത് ചേരുന്നുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് രണ്ട് വഴിക്ക് it will never intersect. Jesus even said that you cannot serve Mammon and God both. You cannot come to an adjustment where you can worship both of them. ഒന്നിനെ ത്യജിക്കും, മറ്റതിനെ ആരാധിക്കും. ഏതിനോടാണോ ഇതിൽ you have to stand between two, any of them. So we have to stand for one we can reject and one we can accept. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം നീ കഴിക്കരുത്? Why God has told not to eat from the tree of knowledge of good and evil? Praise the Lord. അവരുടെ കണ്ണ് തുറന്നു എന്നാണ് കാണുന്നത്. We see that their eyes were opened. എന്നിട്ട് അവർക്ക് എന്തോ അറിവ്, നന്മയെ കുറിച്ചും തിന്മയെ കുറിച്ചുമുള്ള അറിവ് അവർക്ക് ലഭിച്ചു എന്ന് നാം കാണുന്നു. We see that they had an awareness and the knowledge of good and evil. ദൈവം ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർ ഒരിക്കലും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് ദൈവത്തിൽ നിന്ന് പുറത്ത് പോയി പ്രാപിക്കരുത്. So God only desired one thing out of Adam and Eve, is that they should not get the knowledge of evil and good from some other source than God. Praise the Lord. Praise be. നന്മയെ കുറിച്ചും തിന്മയെ കുറിച്ചും നമ്മോട് നല്ലവണ്ണം ഉപദേശിച്ചു തരുവാൻ പ്രാപ്തനായവൻ ദൈവം മാത്രമാണ്. Our God himself is the person who can guide us on the good and for evil. നിങ്ങൾ വിചാരിക്കരുത് ഇത് ഒരാഴ്ച ദൈവം പറഞ്ഞു, അത് കഴിഞ്ഞ ഒരാഴ്ച, ഇത് സംഭവിച്ചത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. ആദമനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കി അനാദികാലത്തിന് സമയമില്ല കേട്ടോ, അനാദികാല സമയം എത്രയോ വർഷങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞായിരിക്കാം ഇത് സംഭവിച്ചത്. എന്താ സംഭവിച്ചിരുന്നത്? വൃക്ഷത്തിന്റെ പഴം തിന്നും മുൻപ് സംഭവിച്ചത് എന്തുവാ? എല്ലാ ദിവസവും ദൈവം അല്ലേ, എല്ലാ ദിവസവും ദൈവവുമായി ഫെലോഷിപ്പ് ഉണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എവറി ഡേ ദേ ഹാഡ് അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡ്. So when we think about the timeline of Adam and Eve spending time with God, there is no definition of that. And every day, what good thing was that every day they used to have appointment with God. ഒരു ദിവസം മുഴുവൻ ലിസ്റ്റാണ്. There is the list of activities they അത് do. എഴുതുക, നന്മ ഏത് തിന്മ ഏത്, തമ്പുരാൻ വരുമ്പോൾ വൈകിട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. There's a list. There is a list. Every evening they have appointment with God. They have the freedom to ask God anything. So they have the freedom to ask God what is evil and what is good. അല്ലേ? എല്ലാ ദിവസവും അവർക്ക് ഫ്രീഡം ഉണ്ട്. നന്മ ഏത് തിന്മ ഏത്. നാളെ ചെയ്യാനുള്ള അസൈൻമെന്റ് ആകാം, ഇന്ന് ചോദിക്കാം, ഇന്ന് വൈകിട്ട് കർത്താവ് വരിക, അപ്പൊ കർത്താവ് വരാൻ നോക്കിയിരിക്കുക ഇവര്. നന്മ അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. So their lifestyle was every day they used to wait for God to come and to plan for the next day. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടല്ലേ? Have you ever thought about it? സ്തോത്രം. എല്ലാ ദിവസവും ഈ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ദൈവം ഒരിക്കലും അത് പറയത്തില്ല, ഡിക്ഷണറി നോക്കിയിട്ട് പറയാം, നാളെ പറയാം, ഇതിന്റെ ഉത്തരം എനിക്ക് ഇന്ന് അറിയത്തില്ല, ദൈവം പറയാറില്ല. ഇൻസ്റ്റന്റ്ലി ദ ആൻസർ ഈസ് കമ്മിങ് ഫേസ് ടു ഫേസ് ഫ്രം ഗോഡ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, what is wrong, what is right and what is wrong, God is providing answer to that instantly. He is not postponing the answer for that. ഉദാഹരണം പറഞ്ഞാൽ അവ ഇന്നലെ ഒരു കോഴിക്ക് നീർ കൊടുത്തു, ശരിയാണ് കർത്താവേ എന്ന് പറയുന്ന ചോദ്യം, അല്ലെങ്കിൽ ഇന്നലെ മൃഗം ശല്യം ചെയ്തു, അതിനെ ഉപദ്രവിച്ചു, ഇതൊക്കെ ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാനുള്ള പെർഫെക്റ്റ് ആൻസർ ദൈവം കൊടുക്കും. അതായിരുന്നു അവർക്ക് അന്ന് വരെ ലഭിച്ചോണ്ടിരുന്നത്. Their day-to-day challenges was what they faced. Adam and Eve had the authority to ask God about what is right and what is wrong. എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവിന്റെ അകത്തളത്തിൽ ഇൻസ്റ്റന്റ് ആൻസർ ആണ് തെറ്റിനോടും ശരിയോടുള്ള ബന്ധത്തിൽ അവർ കിട്ടിക്കൊണ്ടിരുന്നത്.
they were getting the answer instantly from the bottom of their heart. നമ്മളൊക്കെ ഇത് ദൈവത്തെ അറിയാൻ വേണ്ടി ചില 23 ദിവസം ഇരിക്കുന്നു, ചിലർ ഒരു മാസം ഇരിക്കുന്നു, ചിലർക്ക് 10-15 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴും ശരിയും തെറ്റും അറിയത്തില്ല. Many people, to understand the difference between evil and good, they are taking fasting for 21 days, and they, even after 10-15 years they are not able to understand. അല്ലേ, പാസ്റ്റർ എത്ര പ്രസംഗിച്ചാലും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കവാത്ത മറക്കുന്ന ടീംസാ ഇവിടെ ഇരിക്കുന്ന പലത്. Marching. Even after pastor preaching, once you get out of the door, they are marching towards the wrong place. നമുക്കറിയാം, ആർമി ഓഫീസർ മുമ്പിൽ നിൽക്കുമ്പോൾ സല്യൂട്ട് ചെയ്ത് നല്ലതായിട്ട് മാർച്ച് ചെയ്യും. ആർമി ഓഫീസർ അങ്ങോട്ട് മാറുമ്പോൾ ഇവൻ നേരെ നല്ല എന്ന് പറയുന്നത് പോലെ സ്തോത്രം, നമ്മൾ എന്ത് പ്രയാസപ്പെട്ടാണ് ജയകരമായ ഒരു ക്രിസ്ത്യൻ നയിപ്പാൻ നോക്കുന്നത്. പക്ഷേ ആദമിനും ഹവ്വയ്ക്കും it has given to them instantly. There was no need to go anywhere. There was no need for fasting and prayer. There was no need to call the prophet. There was no need to call the pastor or the counselor. ഒരു പ്രശ്നമില്ലായിരുന്നു. ദൈവം താൻ നേരിട്ട് വന്ന ഒറ്റ കാര്യം പറയാൻ വരുന്നത് എന്താണ്? എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം? What is right? What is wrong? What is good? What is evil? So in today's world we are having difficult to lead a holy life, but in those days Adam and Eve were provided instant solution by God how to lead a holy life. ദൈവം പറഞ്ഞെന്താ? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. God commanded that the day you eat this fruit from the tree of the knowledge of good and evil, you will die. നിങ്ങൾ ഓർക്കണം, ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തെ വേണ്ടത് ആഹാരം കഴിക്കാനോ ഉപജീവന മാർഗത്തിനോ നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾ നടക്കാൻ ദൈവത്തിന് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് വേണ്ടത് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. One thing we must remember is that we should be able to we need God to know Him, not for our daily needs, fulfill our daily needs. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ അതിനുവേണ്ടി എന്തും ചെയ്യും. For that a man will do anything to know. അതിനെ ചൂഷണം ചെയ്ത ഈ കള്ളസ്വാമിമാരും പിന്നെ പണത്തെ ഉദ്ദേശിച്ച് നടക്കുന്ന നമ്മളെ പോലുള്ള പാസ്റ്റർമാർ സഹിതം ഇതെല്ലാം ആളുകളുടെ ഈ ഒരു ത്വര ഉള്ളിൽ ദൈവത്തെ അറിയാനും ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറുള്ള മനുഷ്യന്റെ അകത്തെ ആ ത്വര ദൈവം സൃഷ്ടിച്ചതാണ്. ആത്മാവിനെ നമുക്ക് തന്നപ്പോൾ നമുക്കുണ്ടായ ഒരു ഗുണമാണ്. അതിനെ ചൂഷണം ചെയ്യാനായി മതങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. So one thing we must understand is that the desire of the man to know God, that particular point is being exploited by many people all around the world. നോക്കണേ, ഇത്രയും ഗുരുക്കന്മാര് അല്ലേ, സ്വാമിമാര്, ടെലിവിഷനിലൂടെ പ്രസംഗിക്കുന്നവര് അല്ലയോ, നോർത്ത് നോക്കിയേ, ആ ഒരു ചാനലുകൾ തന്നെ ഉണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ദാറ്റ് അല്ലേ. എന്താണ്? ഗുരുവിരുന്ന് ഉപദേശിക്കുക, ഇത് കേൾക്കാൻ ഒരുപാട് പേര് അല്ലേ. എന്താണ് അവരുടെ ആഗ്രഹം? എന്താ? ശരിയേത് തെറ്റ്, ഇത്ര ശരിയേത് തെറ്റേത് ഇതാണ്. So the desire for the man to know what is right and wrong, there are many gurus and there are many leaders who are taking a benefit and exploiting that. നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ആഗ്രഹം എന്തുവാ? ശരിയായത് മാത്രം ചെയ്യണമെന്നില്ല ആഗ്രഹം. രാവിലെ എഴുന്നേൽക്കും ഇന്ന് 10 തെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേൽക്കാറുണ്ടോ? ഇല്ല, എല്ലാവരുടെയും ആഗ്രഹം ശരി ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ തെറ്റായി പോകുന്നേ ഉള്ളൂ. We as a person, we don't get up in the morning to say that we have to do 10 wrong things. We always by default our desire is to do right things. ഏത് ദുഷ്ടനും ഏത് കവർച്ചക്കാരും ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്നലെ പോണ്ടിച്ച് ശരിയായില്ല എന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതിൽ കുഴപ്പമില്ലാതെ ആരും ഉപദ്രവിക്കാതെ പോണ്ടിക്കണം. അവര് അബദ്ധം പറ്റുമ്പോൾ സംഭവിക്കുന്ന ആരും കുറ്റം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്നില്ല. അവര് they want to make them better. അതെ, എല്ലാവരും ആഗ്രഹിക്കുന്നതാ. എല്ലാവർക്കും ദൈവത്തെ ഏറ്റവും കൂടുതൽ വേണ്ട അതിനു വേണ്ടിയാണ്. Nobody wants to do wrong, everybody wants to do right. That's the reason why people desire. ആദമും ഹവ്വയും ഈ വൃക്ഷത്തിന്റെ ഫലം പറിച്ചിരുന്നപ്പോൾ അവർക്ക് ആവശ്യമാ ഇല്ലാതായ ആരെന്നറിയാമോ? ദൈവത്തെയാണ്. The moment they ate from this fruit, from this tree, what became useless for them is God. അല്ലേ? അവരെ ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടേ. They used to ask. അവർക്ക് ഭക്ഷിക്കാൻ കുഴപ്പമില്ല, ഭക്ഷിക്കാൻ അവർക്ക് ദൈവത്തെ വേണ്ട. എന്താ? വൃക്ഷത്തിലെ ഇഷ്ടം പോലെ, തോട്ടത്തിൽ ഇഷ്ടം പോലെ ഫലമുണ്ട്. അവർക്ക് ഫെലോഷിപ്പിന്റെ പ്രശ്നമില്ല. ആദ്യം ഒറ്റയ്ക്കായിരുന്നു, ഭാര്യ ഉണ്ടായി കൊടുത്തു. അപ്പൊ പിന്നെ ഫെലോഷിപ്പിന്റെ പ്രശ്നം തീർന്നു. ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ടുമായി ഒരു പ്രശ്നമില്ല. അതിനും ദൈവത്തെ വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. മറ്റ് യാതൊരു കംഫർട്ടിനും അവർക്ക് ദൈവത്തെ വേണ്ട. എന്തിനായിരുന്നു അവർക്ക്? പ്രധാനമായും കൂട്ടായ്മയ്ക്ക്, നന്മ തിന്മകളെ കുറിച്ച് ആരായുവാൻ, വിശുദ്ധ ജീവിതം നയിപ്പാൻ അവർക്ക് ദൈവത്തെ അന്ന് വരെ ആവശ്യമായിരുന്നു. They were provided with everything. They had the food, they had the companionship, but what they wanted was for the fellowship with God, to understand to have the knowledge of good and evil. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Hope you understand. എന്നാൽ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ ശത്രു പറഞ്ഞതറിയാമോ? ഇത് തിന്നാ പിന്നെ അവർക്ക് ദൈവത്തെ വേണ്ടതാകും എന്ന് സാത്താൻ നന്നായിട്ട് അറിയാം.
So the Satan knew that once they eat this fruit, the God will become not wanted for them. അല്ലേ? സ്തോത്രം. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവവുമായുള്ള ബന്ധം അന്നു മുതൽ ഇല്ലാതാകും. So the word of God says that God told them that you will certainly die. That means the relationship with God will be over. ആദം അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തിന്നു കഴിഞ്ഞപ്പം ആദം പോയെന്ന് അറിയോ? എന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ ദൈവത്തെ പോലായി. നമുക്ക് ഇന്നലെ വരെ ഡൗട്ട് ഉണ്ടായിരുന്ന പലതിന്റെ ഉത്തരം ഈ പഴം കഴിച്ചപ്പോൾ കിട്ടി. ദൈവത്തോട് ചോദിക്കാൻ ഇവര് പ്രയാസപ്പെടുന്ന ചോദ്യങ്ങളുടെ പോലെ ഉത്തരം എന്ത് കിട്ടി? പഴം കഴിച്ചപ്പോൾ കിട്ടി. They got the answers for many questions the moment they had the fruit of the tree of the good and evil. So there is no need for them to ask questions to God. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധം ഓപ്ഷണലായി മാറി. The relationship with God became optional in their life. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നാളെ ദൈവം പറയുമ്പോൾ തമ്പുരാൻ വരുമ്പോൾ ഇവിടെ ഓടി ചെല്ലുവരുന്നില്ലേ? എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? എന്താണ്? സ്വർഗത്തിൽ സുഖമാണെന്നുള്ളതല്ല ചോദിക്കുന്നത്. ദൈവത്തോട് അവരുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ശരിയോ തെറ്റ് ഇതാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. So every day they used to wait for the coming of God, and they were ready with the questions and to discuss their issues and problems. തമ്പുരാൻ നിങ്ങളോട് പറയാം നാളെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് എഴുതും? So if you know that the God is going to come to meet us as an appointment, നമ്മുടെ പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്? Even if God is not giving us an appointment, we are asking so many things in our prayers. ഗൂഗിളും ചാറ്റ് ജിപിടി ഉള്ള കാലത്ത് നമുക്ക് ഇത്രയും ചോദ്യം ഉണ്ടെങ്കിൽ, ഗൂഗിളും ചാറ്റ് ജിപിടി ഉള്ള കാലത്ത് ഇത്രയും ചോദ്യം നമുക്ക് ദൈവത്തോട് ഉണ്ടെങ്കിൽ, in today's world when we have chat GPT and Google, even then we have so many questions with God. ആദമനും ഹവ്വയ്ക്ക് എന്തുമാത്രം ചോദ്യം ദൈവത്തോടുണ്ടായിരുന്നു? In those days when during the Adam and Eve was created, how many questions they might be having? നിങ്ങൾ വിചാരിക്കും ആദമനും ഹവ്വയ്ക്കും എന്തോ പ്രശ്നം, പിള്ളേരില്ല, സ്തോത്രം, ഓഫീസിൽ പോകണ്ട, ജോലി ചെയ്യട്ടെ. പക്ഷേ അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ളത്. സ്തോത്രം. കാരണം അവരും ദൈവവുമായി ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. When we try to get closer to God, we will have questions. That's what Adam and Eve were facing. God wanted this fellowship. ഇത് ഈ ഒരു കൂട്ടായ്മ എന്നേക്ക് നിലനിൽക്കുവാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചു. God desired of them that this fellowship is for eternal. എന്ന് പറഞ്ഞാൽ ഏതൊരു ആവശ്യത്തിനും ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് ചോദിക്കുക. സ്വയം നന്മനന്മയെ കുറിച്ച് അറിയുമ്പോൾ സ്വയം ഉത്തരം കണ്ടെത്തുകയല്ല, ദൈവത്തോട് ചോദ്യം ചോദിച്ച് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിൽ മാത്രം ചെയ്യുവാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചു. God desired of them that they depend on God completely for the knowledge of good and evil. That is why അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിന്നെ എനിക്ക് സ്വയം അറിവ് വരും. നന്മയും തിന്മയും വിഭാഗിക്കാനുള്ള ഒരു പരിധി വരെ, പെർഫെക്ഷനിലല്ല, നിനക്ക് സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ നിനക്ക് അതിനെക്കുറിച്ച് പിന്നെ നിനക്ക് ദൈവത്തെ വേണ്ടാതാകും. ദൈവത്തെ വേണ്ടാതാകുന്ന അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. But the time when we do not want God, that is a phase we call as death. And if you look back at the commandment, He said that you must not eat from the tree of good and evil, for when you eat it, you will certainly die. That's what He said. ഒന്ന് വരുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അറിവ് നമ്മെ ചീർപ്പിക്കുന്നുവെന്ന്. So we know, we read in the 1 Corinthians 8:1. The knowledge, we all possess knowledge, and the knowledge puffs up. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയമുള്ള അറിവ്, നമ്മിൽ നിന്ന് സ്വയം വരുന്ന അറിവ്. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ ആ ഒരു കപ്പാസിറ്റി കൊടുത്താ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ദൈവത്തിൽ നിന്ന് കാര്യങ്ങളെ അറിയുവാനുള്ള ആഗ്രഹത്തോടെ അറിവ് സമ്പാദിക്കുക. എന്നാൽ ഇപ്പോൾ സംഭവിച്ച നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം തിന്നു കഴിഞ്ഞപ്പോൾ അവന് സ്വയം അറിവ് വരുവാനിടയായി, സ്വയം ജ്ഞാനം വരുവാനിടയായി. Here we are talking about the knowledge which we receive by ourselves after eating the fruit of the tree of good and evil. പക്ഷെ അടുത്തതായി പറയുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. But with the next phrase it says that while the love builds up. ഈ സ്നേഹം എന്ന് പറയുന്നതറിയോ, ദൈവവുമായുള്ള ബന്ധത്തിൽ ഉരുത്തിരിയുന്ന വസ്തുവാണ് സ്നേഹം. The love is something which connects us with God. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. It is a fruit of the Spirit. ഈ സ്നേഹത്തിൽ അറിവുണ്ട് കേട്ടോ. There is a knowledge in love. സ്നേഹിക്കാൻ നമുക്ക് അറിയണം. We know how to love. അല്ലേ? ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് അറിയണം. അറിയാത്തത് നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. We cannot love the unknown.
നമുക്ക് അറിയുന്നതിനെ സ്നേഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് ദൈവവുമായി കൂട്ടായ്മ ആചരിച്ചിരുന്ന എല്ലാ ദിവസവും വൈകിട്ട് ദൈവവുമായി എല്ലാ ദിവസവും വൈകിട്ടാണെന്ന് നമുക്ക് അറിയത്തില്ല, വെയിലാറുന്ന സമയത്ത് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നു. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ദൈവത്തോട് സംസർഗം പുലർത്തുവാൻ സ്വാതന്ത്ര്യമുള്ള ആദവും ഹവ്വയും അന്ന് മുതൽ ആ സംസർഗം അവർക്ക് നഷ്ടപ്പെട്ടു. So we can only love the person whom we know. Likewise, they had the relationship with God. The Adam and Eve, they lost it. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഇന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ, നാം സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ്. Even today, God desires of us is that we must consult God 100% and take decisions based on His instructions. Praise the Lord. ദൈവം ആഗ്രഹിക്കുന്നതാ. ആദമിനെ ഹവ്വയെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചതാ. ആ ആഗ്രഹത്തിൽ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല, അവർ വീണുപോയി. അതുകൊണ്ട് ഈ നന്മനന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിന്റെ കുഴപ്പമല്ല അവർ വീണുപോയത്, അവർ തെരഞ്ഞെടുപ്പിന്റെ കുഴപ്പമുണ്ടാകും. They have not fallen because of eating from the fruit of knowledge of good and evil, but because of the path they have chosen. Praise the Lord. അവർ തെരഞ്ഞെടുത്ത വഴി തെറ്റായി പോയി. ദൈവം ആഗ്രഹിച്ചത് സ്തോത്രം അവർ ദൈവാശ്രയത്തിൽ എന്നും ജീവിക്കണമെന്നാണ്. So it was God's will that they should be leaning on to God for everything, depend on God for everything, but they chose otherwise. പാപിയായ മനുഷ്യന്റെ സ്വഭാവം നോക്കിയേ, അവൻ ഒരിക്കലും ദൈവത്തെ വേണ്ടായിരുന്നു. Praise the Lord. So when you look at the person who is in sin, they don't need God. Praise the Lord. Hallelujah. ഓർത്ത് നോക്കിയേ, ദൈവത്തിൽ നിന്ന് വീണ് പോയപ്പോൾ സംഭവിച്ചത് സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾക്ക് ശരിയും തെറ്റും അറിയാം, പക്ഷെ നിങ്ങൾ മരിച്ചതാണ്. You know what is the difference between good and evil, but you are dead. നോക്കിയേ, നല്ല ദൈവവുമായി സംസർഗം പുലർത്തുന്നത് നിർത്തിയിട്ട് അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി. They had good relationship with God, but they started hiding away from God. അവരുടെ സ്തോത്രം നിർമ്മല മനസാക്ഷി, the knowledge bring loss of innocence, അവരുടെ നിർമ്മല മനസാക്ഷി അവർക്ക് നഷ്ടപ്പെട്ടു. They lost the innocence, consciousness. അവർ ദൈവവുമായുള്ള സംസർഗം വിട്ട് സാത്താനുള്ള സംസർഗം തുടങ്ങി. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ വേണ്ടാതാകേണ്ടി വന്നത്. They left the fellowship with God and they started having fellowship with Satan. ഇത് കഴിഞ്ഞപ്പോൾ ഇത് വൃക്ഷത്തിന്റെ ഫലം നിന്ന് കഴിയുമ്പോൾ സംഭവിച്ച കാര്യം നാം കഴിഞ്ഞ ദിവസം വായിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ 6-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. സ്തോത്രം 3:6 മുതൽ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയിലെ കൂട്ടിത്തുന്നി തങ്ങൾ കരിയാടി ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിനാൽ മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം ഇപ്പോൾ ആദം സ്വയം തെറ്റേറ്റ് പറയുന്നില്ല. സ്തോത്രം. Now Adam is not confessing his sin. തലേദിവസം വരെ ഈ അച്ഛന്മാരൊക്കെ കുറ്റം പറയാൻ തുടങ്ങി എന്നാൽ ഈ ആദമിന്റെ സ്വഭാവം കൊണ്ടാ. സ്തോത്രം. എന്താണെന്നറിയാമോ, തലേദിവസം വരെ എന്ത് തെറ്റ് വന്നാലും ഭാര്യ തെറ്റ് ചെയ്താലും പുള്ളി ഏറ്റു പറയായിരുന്നു ദൈവത്തോട്. പറയായിരുന്നു കുഴപ്പം പറ്റിപ്പോയി, ദൈവമേ ഇത് ശരിയല്ല, അത് ശരിയല്ല, ദൈവം പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ പറയുമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ഇത് തിന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ബ്ലെയിം ചെയ്യാൻ പറ്റും, എനിക്കിതെല്ലാം കൂടെ ഏൽക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. So Adam used to confess everything to God, even the mistakes done by Eve. He used to confess that. അതുവരെ ഈ അറിവ് അച്ഛന്മാർക്കില്ലായിരുന്നു. So till that day, the wisdom was not. വൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, they got another knowledge. എന്താണ്? കുറ്റം പറയാനുള്ള അറിവ് അവർക്ക് കിട്ടി. They understood about confessing to blame someone else. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിച്ചത് എല്ലാ അറിവും ദൈവം നമുക്ക് തരും. So God desired us to have all the knowledge. എല്ലാ അറിവും ദൈവം നമുക്ക് തരും. God will give us all the knowledge. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും ചില സമയത്ത്. Our children ask us various questions to us. എന്തുകൊണ്ടാണ് നമ്മൾ പല ചോദ്യങ്ങൾക്ക് ഉടനെ ഉത്തരം പറയാത്തത്? Why we cannot answer that instantly? ചോദ്യം പറയാത്തതിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്. There is something title which we say along with the answer. നിനക്ക് പ്രായമായിട്ടില്ല, പ്രായമാകുമ്പോൾ പറഞ്ഞുതരാം അല്ലേ? You are not of age. When you come to age, I will explain you. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. Where did this knowledge come to us? ദൈവം പറഞ്ഞു, എടാ
വൃക്ഷത്തിന്റെ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നല്ല നീ അറിവ് പ്രാപിക്കേണ്ടത്, നീ അറിവ് പ്രാപിക്കേണ്ടത് എന്റെ പാദപ്പെടുത്തിയിരുന്ന. God said that you should not receive the knowledge from the fruit of the tree of the knowledge of good and evil, but you should get the knowledge at the feet of mine. എന്താണ് പാപം? പാപം തെറ്റെന്തുവാ? What is the sin? ദൈവത്തിന്റെ പാദപടിൽ നിന്ന് പ്രാപിക്കേണ്ടത് അവർ സ്വയം നേടുവാനുള്ള ഒരു ത്വര അവരിലുണ്ടായി. അവരറിഞ്ഞു, പക്ഷേ it was done through the wrong, തെറ്റായ മാർഗത്തിലാണ് ആ അറിവ് അവർക്ക് ലഭിച്ചത്. The knowledge, instead of getting the knowledge at the feet of God, they decided to take the path to get it from somewhere else. അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് അവർക്ക് വേണ്ടിയായിരിക്കും എല്ലാം. പക്ഷെ എന്താണ് സ്തോത്രം, നമ്മൾ കൊടുക്കും മുമ്പ് അവരത് കൈവശമാക്കാൻ തുടങ്ങിയാൽ അവർക്ക് ഒരു പക്ഷേ അത് കിട്ടിയേക്കും, പക്ഷെ അനുഗ്രഹം അവർക്ക് കിട്ടത്തില്ല. അല്ലേ? So sometimes our children, when we give a present for them, but they try to take that present before we give them, then they might get the present or gift, but they will not get the blessings. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഴുവൻ നിങ്ങൾക്കാ. പക്ഷേ അത് എപ്പോഴാണ് നിങ്ങളുടെ കൈ വരണമെന്ന് അറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കത് ലഭിക്കാൻ അവരുടെ പൂർണ്ണ അനുഭവത്തോടെ ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. Children, you must understand one thing: everything belongs to your parents, is yours, but there is a time for you to receive that with their permission. You will receive that. എല്ലാ കാര്യത്തിലും ആപ്ലിക്കപ്പെടാം. This is applicable for everything. Every relationship is applicable. This is applicable in every relationship. എല്ലാ ബന്ധത്തിലും In all എല്ലാ കാര്യത്തിലും ഇതാണ് അറിഞ്ഞ് നൽകുന്ന ഒരു അനുഭവം. ദൈവം പറഞ്ഞു, നീ ഇപ്പൊ പ്രാപിച്ച അറിവ് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൻ പോയി ഒളിച്ചത് ദൈവത്തിൽ നിന്ന്. എന്നാൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പക്വതയോടെ ദൈവർക്ക് നൽകി കൊടുത്തേനെ. പക്ഷേ എന്താ സംഭവിച്ചത്? അവർ ഒറ്റ നിമിഷം അത് നേടുവാൻ ശ്രമിച്ചു. നമുക്ക് അറിയാമല്ലോ, ഒരു വെള്ളം പയ്യെ ഒഴുകി വരുന്നതും, അല്ലെ, ഒരു ബക്കറ്റ് വെള്ളം പയ്യെ നമ്മുടെ ദേഹത്തോട്ട് വീഴുന്നതും പ്രഷർ വാഷറിലൂടെ നമ്മുടെ ദേഹത്ത് വീഴുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between the water falling on us in a small speed and with the pressure wash which is applied. ഞാനിപ്പോ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങളുടെ മുഖത്തോടെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നനയുമായിരിക്കും, നിങ്ങൾക്ക് ഹാർംഫുൾ ആവത്തില്ല. So if I pour a bucket full of water onto you, you will not be harmed, but you will be wet. പക്ഷേ അതേ വെള്ളം, അതേ അളവിലുള്ള വെള്ളം ഭയങ്കര PSI പ്രഷറിൽ നിങ്ങളുടെ മുഖത്തേക്ക് അടിച്ചാലോ നിങ്ങളുടെ മുഖം കിഴിഞ്ഞ് ഒരു പക്ഷേ ഇപ്പുറത്ത് വന്നിട്ട്. So if the same amount of water is used with the pressure washer, applied onto പ്രഷർ വാഷർ അബദ്ധം പറ്റി അതിന്റെ ഫോഴ്സ് കൂടി ദേഹത്ത് കൊണ്ട് അവയവങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, മരണം സംഭവിച്ചവരുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവം ആഗ്രഹിച്ചു ദിനം പ്രതി ദൈവാശ്രയത്തിലൂടെ നേടേണ്ട അറിവ് പെട്ടെന്ന് പ്രാപിപ്പാൻ നീ ശത്രുവിന്റെ ഉപദേശം സ്വീകരിച്ചു. അതാണ് അവർ ചെയ്തത് തെറ്റ്. The mistake which Adam and Eve did was that the knowledge which God has kept for them for a timely manner, but they wanted to get instant knowledge from devil. നമുക്കൊരു പക്ഷേ പറയാം, എന്നാ പിന്നെ നന്മകളുടെ അറിവുള്ള പക്ഷേ ഇല്ലാതാക്കിയ പോലെയായിരുന്നു. അല്ല, ദൈവം God made a choice between you and God. നീ തിരഞ്ഞെടുക്കണം. നമ്മളെ ദൈവം ശ്രമിച്ചത് റോബോട്ട്സ് ആയിട്ടല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അടിമകൾ പോലെ ജീവിക്കാനല്ല. സ്തോത്രം, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് നൽകി നീതിമാനായ ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ്. So we might ask a question why God kept that tree. He could have destroyed it, but we must understand that God has created us with free will, not as robots or slaves. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദൈവം നമ്മെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. God has created us in His own image. ആ ഇമേജിന്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? സ്തോത്രം, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കാണിച്ചു. God has given us the respect and honor, glory just below Him. സ്തോത്രം, അതുകൊണ്ട് സ്വയമായി തീരുമാനം എടുക്കുവാനുള്ള, സ്വയമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ്, പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവാശ്രയം വിട്ടുപോയാൽ നാം മരിച്ചവരെ പോലെയായി പോകും. God has created us with the free will and the ability to take a decision. But if we go away from the plans of God, പ്രിയമുള്ളവരെ, നാം ഇതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും സ്വയം എടുത്ത തീരുമാനങ്ങൾ പലതുണ്ട്. എന്നാൽ ഇത് ആഗ്രഹിക്കുന്നില്ലേ? ദൈവത്തോടൊന്ന് ചോദിക്കേണ്ടതായിരുന്നു. So there are many decisions which we took by ourselves, but at that moment we might have now we might be thinking we should have asked God. Praise the Lord. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കണം, പാപത്തിൽ വീണുപോയി കഴിയുമ്പോൾ, ദൈവത്തിൽ നടന്നുപോയി കഴിയുമ്പോൾ, we are even praying in the wrong way. Hallelujah. So we must also know that when we are
when we are fallen in the sin, when we are going away from God, then we are even praying in the wrong manner. നമ്മൾ മർമറിയാൻ പിറുപിറുക്കുവാൻ തുടങ്ങി. സ്തോത്രം. We started murmuring. നമ്മൾ മാത്രമല്ല, റോങ് മോഡൽ ഓഫ് ലീഡർഷിപ്പ്. ആദം അതുവരെ സകല കാര്യങ്ങൾക്കും ദൈവാശ്രയത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തി എന്താ സംഭവിച്ചത്? അവൻ ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ തുടങ്ങി. The wrong model of leadership. So we see that there was a wrong model of leadership, and Adam, who depended on God for everything, he started to run away from God. Praise the Lord. ഇന്ന് ഈ വീടുകിടന്ന ലോകത്തുള്ള മനുഷ്യരെ നോക്കിയാൽ മതി. രക്ഷിക്കപ്പെടാത്തവർ, ദൈവകൃപയിൽ നിൽക്കാത്തവരെ നോക്കിയാൽ മതി. അവർ ഇന്നും ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയിലല്ല പ്രാർത്ഥിക്കുന്നത്. ആത്മബന്ധത്തിലല്ല, വെറുപെറുപ്പോടെയാണ് ജീവിക്കുന്നത്. സ്വന്തം ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന മനോഭാവമാണ് പലർക്കും. എന്തുകൊണ്ടെന്ന് അറിയാമോ? നാം ദൈവാശ്രയം നമ്മൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. When we still look at the people who have lost the salvation, or they have not received the salvation, we see them that they are praying in the wrong way and they are murmuring. ഇത് പകൽക്കാലം ഒരു കാര്യം തിരിച്ചറിയണം. We must differentiate with that. ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് നമ്മളുടെ മരണം. So our spiritual death is because our death will happen when we are going away from God. ദൈവാശ്രയം നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ആത്മമരണം. If we are not leaning on to God, our spirit will be dead. പ്രാണനും ആത്മാവും തമ്മിലുള്ള വേർതിരിവിനെ മനസ്സിലാക്കി വേർതിരിച്ച് ദൈവവുമായ ആത്മമണ്ഡലത്തിൽ സംസർഗം പുലർത്തുന്ന ദൈവവൈതലാണ് നിത്യമായി ജീവിക്കുന്നത്. The child of God who understands between the soul and the spirit and having a unison with the Holy Spirit is the child of God who lives with him. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ ബന്ധത്തെ ദൈവം മെൻഡ് ചെയ്തത്, ദൈവം കൂട്ടി യോജിപ്പിച്ചത് കാൽവരിയിലെ രണ്ടാമത്തെ ആദാമിലൂടെയാണ്. The relationship which was lost in the Garden of Eden was meant by God in the death of in the Calvary of our Lord Jesus Christ. തന്നെത്താൻ അറിവ് പ്രാപിപ്പാൻ തന്നെത്താൻ ഉയർത്തിയവൻ താണുപോയപ്പോൾ തന്നെത്താൻ ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയവൻ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു, അവനെ സകല നാമത്തിലും മേലായ നാമം നൽകി അവനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. Jesus Christ became the name above all names when he humbled himself. ഒന്നാമത്തെ ആദം പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ആദം നമുക്ക് വേണ്ടി വിജയശ്രീലാളിതനായി. ഹല്ലേലൂയ. The first Adam was failed, the second Adam became victorious for us. ആദ്യത്തെ ആദമിന് മുമ്പിൽ രണ്ട് ചോയ്സ് വെച്ചു. ഒന്നിൽ നന്മകളുടെ വൃക്ഷം കഴിക്കാം, അല്ലെങ്കിൽ ദൈവാശ്രയപ്പെടാം. രണ്ടാമത്തെ ആദമിന് മുമ്പിലും ഇതേ ചോയ്സ് വന്നിരുന്നു. ഹല്ലേലൂയ. There were two choices before the first Adam. The same choices are before the second Adam. ഈ ലോകം മുഴുവൻ നിനക്ക് തരാൻ കുമ്പിടാൻ പറഞ്ഞ സാത്താൻ അല്ലേ? അവൻ പറഞ്ഞു, അല്ല, ഞാൻ അലക്ഷ്യമാക്കി. എന്നിട്ട് അപമാനത്തെ, നിന്നെ, ക്രൂശ് മരണത്തെ അവൻ നമുക്ക് വേണ്ടി സ്വീകരിച്ചു. ഹല്ലേലൂയ. Our Lord Jesus Christ accepted a shameful death on cross. Praise the Lord. ഹല്ലേലൂയ. ഒന്നാമത്തെ ആദം അവന് മുമ്പിൽ വെച്ച ചോയ്സിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ആദം അവന്റെ മുമ്പിൽ സാത്താൻ വെച്ച് നെട്ടിൽ അവൻ ജയിച്ചു കയറി. ഹല്ലേലൂയ. When the first Adam failed in accepting the right choices, when we see that the second Adam, our Lord Jesus Christ, has passed that test. ഇതുപോലെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിലായിരിക്കാൻ കഴിയുന്നത്. That is all in the presence of God. നമ്മുടെ കർത്താവിൽ നാം ദൈവാശ്രയം പഠിച്ചത്. Our God has given us the understanding of the നമ്മുടെ കർത്താവിൽ നാം ദൈവാശ്രയം പഠിച്ചത്. To trust in God, we learn from our Jesus. We learn from Jesus how to trust in God. പിതാവ് പുത്രനെ മഹത്വപ്പെടേണ്ടതിന് എന്തപേക്ഷിച്ചാലും അവൻ നിനക്ക് നൽകി തരും. എന്ത് ദൈവസന്നിധിയിൽ, എന്ത് കൃപാസനത്തിലേക്ക്, അത്തിരശ്ശിയിലേക്ക് ഹല്ലേലൂയ മാറ്റം വന്നിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ ഉള്ള വഴി നമുക്ക് വേണ്ടി തുറന്ന കർത്താവിന്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let us praise God for the love of Christ which has given us, opened up the way for the throne of grace. ഏദൻ തോട്ടത്തില് വെയിലാറുമ്പോൾ ദൈവത്തോട് ആദമും ഹവ്വയും അനുഭവിച്ച അതേ സംസർഗത്തിലേക്ക് പുത്രനായ ക്രിസ്തു നമ്മെ കരം പിടിച്ചുയർത്തിയ കൃപയ്ക്കായി ഇന്ന് ദൈവത്തെ സ്തുതിക്കാമോ? Praise God for the grace of our Lord Jesus Christ which has given us the experience of Adam and Eve when they had fellowship with God. നിർത്താം, സമയം പോയെങ്കിലും നോർത്ത് പോയിക്ക് ആദമും ഹവ്വയും നേരിട്ട് ദൈവത്തോട് ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ചോദിച്ചു. എന്നാൽ നമുക്കതിന് അത്രത്തോളം കഴിയത്തില്ലെങ്കിലും ഏത് സമയത്തും ധൈര്യത്തോടെ പുത്രനായ ക്രിസ്തുവിലൂടെ കൃപാസനത്തിലേക്ക് പോയി ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി ദൈവത്തെ സ്തുതിച്ചാൽ praise God for the grace which God has given us. Jesus has given us, which has opened up to come unto the throne of grace boldly. ആദമില്ലായിരുന്നെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാൻ പോലും അറിയാതെ നമ്മെ ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട്, സൃഷ്ടിതാവിനോട് അടുപ്പിച്ച ദൈവമേ സ്തുതിക്കാം. Praise God for the grace of God. Praise the Lord. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് നന്മതിന്മകളെ കുറിച്ച് അറിയാൻ ഇടമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയാണ്. ഹല്ലേലൂയ. For dear ones, to know the difference between the knowledge, to have the knowledge of the good and evil, it is the presence of God. അതാണ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പി. That's why it is said that to obey the Holy Spirit and ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും നമുക്ക് പരിമിതിയുണ്ട്. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഒരു ആത്മാവിനെ വീണ്ടെടുത്ത ദൈവം ആത്മമണ്ഡലത്തിൽ ദൈവവുമായി ബന്ധപ്പെടാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. There are limitations with our body and our spirit, but God has opened a way through our spirit to have fellowship with God. ആത്മാവിനും പ്രാണനും പരിമിതിയുണ്ട്. But today the spirit is linked to God, and in the spiritual realm you have to go and ask God. ദൈവത്തോട് ഓരോ നിമിഷവും ആത്മമണ്ഡലത്തെ കാര്യം ചോദിച്ചോണം. കർത്താവേ, നന്മ ഏത്, തിന്മ ഏത്, ശരിയായ വഴി ഏത്? ആളുകൾ ഇത് പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു, ആത്മാവിൽ നടപ്പാൻ എന്നെ സഹായിക്കണമേ. We can ask God how to lead, what is right and what is wrong in the realm of a spiritual realm. We can ask God. ഒരു നിമിഷം നമ്മുടെ കണ്ണുള്ള ദിവസത്തിലാണ്. Let's close our eyes. ഇന്ന് പകൽക്കാലം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ടതാണ്. It is from God from whom we should receive നമ്മുടെ the സ്വയം അറിവിലല്ല മുന്നോട്ട് പോകേണ്ടത്. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവൈദ്യനും ദൈവാശ്രയത്തിൽ ആത്മജീവിതം നയിക്കണം. ഹല്ലേലൂയ. We should be able to lean on to God. സ്തോത്രം. ബുക്കുകൾ വായിച്ചാൽ പറ്റത്തില്ല. Not by reading books. മറ്റ് കൗൺസിലിങ്ങിന് പോയാൽ പറ്റത്തില്ല. Not by counseling. സ്തോത്രം. അതിനൊക്കെ പൊക്കോ, നിങ്ങൾ പുസ്തകം, നല്ല പുസ്തകങ്ങൾ വായിച്ചോ, വേദപുസ്തകം ധ്യാനിച്ചോ, എന്നാൽ നിങ്ങൾക്ക് അറിവ് ലഭിക്കേണ്ടത് ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവാശ്രയത്തിലായിരിക്കണം. You should be able to receive the knowledge at the feet of God. Praise the Lord. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവസല്ലാതെ തീരുമാനിക്കാൻ കഴിയും? കർത്താവേ, ഞാൻ ഏതൊരവസ്ഥയിലും നിന്നിലേക്ക് ഓടിയെടുക്കുന്ന, ഹല്ലേലൂയ, ഏത് പൂങ്കാവനത്തിൽ ആദമും ഹവ്വയും ദൈവത്തോട് ഓടിയെടുത്ത അതേ ഒരു ബന്ധം എനിക്ക് ഈ ദിവസങ്ങളിൽ എന്റെ ദൈവവുമായി നൽകണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, പ്രശ്ന കലുഷിതമായ സമയത്ത് മാത്രമല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കുരുക്കും കുറുകുമ്പോൾ മാത്രമല്ല, നമുക്ക് പരിഹരിക്കാൻ വരാതെ അണപൊട്ടുമ്പോൾ മാത്രമല്ല, ഓരോ നിമിഷവും ഹല്ലേലൂയ വഴി ഇതാകുന്നു മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചനകളുടെ അനുഭവത്തിലേക്ക് നമ്മെ ദൈവം നയിക്കേണ്ടതിനായി ഒരു നിമിഷം സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ, നമ്മൾ കരം കേൾപ്പിച്ച വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവാശ്രയം നമ്മിൽ വർദ്ധിക്കട്ടെ. അവർ ചെയ്ത തെറ്റ് ഹല്ലേലൂയ എന്തെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. നാമം ദൈവത്തിന്റെ ആശ്രയം വിട്ടു പോകുമ്പോൾ ആദമിന്റെ ഹവ്വയുടെയും അതേ വഴിയിൽ നാം സഞ്ചരിക്കുന്നത്, ദൈവത്തെ ഗൗനിക്കാതെ, ദൈവത്തോട് അപേക്ഷിക്കാതെ, ദൈവത്തോട് ആലോചന വഹിക്കാതെ, ഒരു നിമിഷം ചിന്തിക്കാതെ, നമ്മെ തന്നെ താഴ്ത്താതെ നാം പോകുന്ന വഴിക്കെല്ലാം ആദമിന്റെയും ഹവ്വയുടെയും വഴിയാണ് നാം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവാശ്രയം കൈവിടാതെ പൂർണ്ണമായും ദൈവാശ്രയത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇന്നല്ലോ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നുള്ള കർത്താവേ, അത് കർത്താവെ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കിയല്ലോ. നിങ്ങളുടെ ദാസനായി ബലപ്പെടുത്തിയോണ്ട് സ്തോത്രം. കർത്താവെ, തിരുമേശയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഞങ്ങളെ ഇത്രത്തോളം സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവെ, കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠവാക്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. അവരെ ദൈവകൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ, ആകർഷണമേ, പൊതിഞ്ഞു കൊള്ളണമേ. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി വളർന്നു വരുവാനുള്ള കൃപ കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രത്തിന് സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം. കർത്താവെ, ഇത്രത്തോളം നിമിഷം തോറും ദൈവം അവരെ നടത്തുന്നല്ലോ. അവരുടെ ആവശ്യങ്ങൾ കൂടെ നിന്ന് പിന്നെ അവരെ നടത്തണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ദൈവം പരിപാലിച്ചു കൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാലം ഞങ്ങൾ കേട്ട ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്മാരെ അതിനായി ബലപ്പെടുത്തിയുള്ള കർത്താവ്, ഞങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധിയോടെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിമിഷം തോറും ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിപ്പാൻ ഉള്ള കൃപ ഒന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവെ.
നന്ദിയോട് സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, അടിയങ്ങളോട് മനസ്സിലാക്കണമേ. ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കണമേ. ഞങ്ങളുടെ സഭയുടെ അതിരുകളെ വിശാലമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോട് സ്തോത്രം. അങ്ങ് ഞങ്ങളോടുകൂടെ കാര്യസ്ഥനായിരുന്നു ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന നിമിഷം തോറും ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമേ കർത്താവേ. സഭയായ ദൈവങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവമെന്ന് ഞങ്ങളെ നടത്തുമാറാകണമേ. എവിടെയായിരുന്നാലും അവിടുത്തെ കാഴ്ചവഴി തന്നെ ആയിരിക്കാൻ, അവിടുത്തെ ഹിതം പോലെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്ന് സഹായിക്കണമേ കർത്താവേ. നന്ദിയോട് പോകുന്നിടത്ത് വരുന്നിടത്തൊക്കെ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ തന്നെ ഭക്തന്മാരെ കാക്കുന്ന ദൈവം ഓരോരുത്തരെയും പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ കർത്താവേ. എല്ലാ നിലയിലും ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ നടത്തണമേ കർത്താവേ. തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങൾ നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. അവൻ മനസ്സലിവുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ചവരോടും ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകമായിട്ടുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന് നാൾ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വരണമേ.